السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله والصحابة الفائزين بالله أما بعد. മരണാനന്തരമുള്ള ജീവനാ ചൊല്ലത് വെറും പേടി മാത്രം നിറഞ്ഞ ജീവനമല്ല. പേടിയുമുണ്ട്, കൊസിയുമുണ്ട്, സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്, രണ്ടുമുണ്ട്. ഞങ്ങളെ മരിപ്പുടെ ആ ടൈമിൻ്റെ പിടിച്ചിട്ട് മരണ ആയസാത്തുള്ള റൂഹുടെ വിഷയം, അതിൽ പിന്നെ ഖബറ് പോയിട്ട് എത്തിയാൽ പിന്നത്തെ വിഷയവും, പിന്നെ നടക്കണമെങ്കത്തെ മഹ്ശറുടെ വിഷയവും, സിറാത്തുമാരുടെയും അതുപോലത്തെ എല്ലാ ഹൗദുൽ കൗസറും ഏത് വിഷയം എടുത്ത് നോക്കിയെങ്കിലും പേടി കേട്ടെങ്കിൽ പേടിയോട് ആവാസപ്പെട്ടുള്ള അങ്ങനത്തെ വിഷയമല്ല. പേടി പോണ്ടു, ഉള്ളു പേടി പോണ്ടു, അതൊട്ടിಗೆ അമലാക്കുകയോ നിസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ ബടക്ക് സ്വഭാവം ദൂരാക്കുകയോ അതേപോലെ നല്ല നല്ല വിഷയങ്ങളാക്കുക വലിയ പ്രേരണയാണ്. ഇങ്ങനത്തെ വിഷയം പഠിച്ചാൽ കിട്ടരുത്. ഇല്ല മരിച്ച സാത്തുള്ള വിഷയം പഠിച്ചിട്ട് എന്തിനാവുകൊണ്ടോ, ഒരു മരിക്കയുടെ വിഷയം പഠിച്ചിട്ട് എന്തിനാവുകൊണ്ടോ, അതല്ല. ആ യഥാർത്ഥ ഇസ്ലാം ദീനിൻ്റെ വിശ്വാസ കാര്യത്തിൽപ്പെട്ട ഒന്നാണ് മരണാനന്തര ജീവനാശുള്ളത്. അപ്പോൾ ഈ മരണാനന്തര ജീവനാശുള്ള വിശ്വാസത്തെ, ഞങ്ങൾ ഈമാൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിഷയത്തെ ഞങ്ങൾ ശരിക്കും പഠിച്ചെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം നല്ല കൊണ്ട് നക്ക് അത് കിട്ടണം, അത്രയും അനുഗ്രഹം നക്ക് കിട്ടണം. എൻ്റെ മരിപ്പ് ഇങ്ങനെ ആവണം, എൻ്റെ ഖബർ ഇങ്ങനെ ആവണം, ഞാൻ മഹ്ശറിൽ ഇങ്ങനെ ഇക്കണോ ചെന്നിട്ടുള്ള ഒരു വലിയൊരു പ്രേരണാശക്തി ഞങ്ങളെ ഖൽബിൽ സദായിക്കട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുകയാറാ എന്നൽ പറഞ്ഞോ. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യർ അസ്രായേൽ അലൈഹിസ്സലാം ഡയറക്റ്റ് ഇങ്ങനെ ബണ്ടല്ല. സാധാരണ മനുഷ്യന്മാർക്ക് അസ്രായേൽ അലൈഹിസ്സലാം ಬಂಡ മുന്നേ ನಾ ಬಂಡೆ ചെന്നിട്ടു കൊറിയാനിലെ ചൊന്തറക വേണ്ടി കടത്തರು. ನಾನು ಬಂಡೆ ചെന്നിട്ടു ചൊന്തറക വേണ്ടി കടത്തರು. സാറുമാ വാര കടത്തരുത്. ഒരു നബി കേക്കട്, അമ്പിയാക്കൾപ്പെട്ട ഒരു നബി കേക്കട് മലക്കുൽ മൂത്രൊട്ടിക അമാലക്ക റസൂലും തുഖദ്ദിമുഹു ബൈന യദൈ. ഏ മലക്ക് അസ്രായേൽ, നിങ്ങൾ ಬಂಡೆ മുന്നോളൂ ആരെങ്കിലും ഞങ്ങളുടെ മുന്നിൽ നീ കടത്തിയെങ്കിൽ നല്ലല്ലേ, എന്ത് കടത്തില്ല. അപ്പോൾ ആ മാറ്റത്തിൽ ജാഗ്രത അളിക്കുവാറല്ലേ. പയൽ ചൊല്ലു അസ്രായേൽ അലൈഹിസ്സലാം, വല്ലാഹി റുസുലും കസീറ, നാണ് മനുഷ്യന്മാരെ റൂഹ് പെട്ടെന്ന് പോയി പിടിക്കലല്ല, പിടിക്കട മുന്നിൽ കുറയാനല്ലേ നാണ് കടത്തര. ഏതുമാവത് ഒന്നാമത്തത് അൽ അംറാദ്, രോഗങ്ങൾ. മനുഷ്യക വണ്ണെങ്കിലത്തെ രോഗങ്ങൾ അത് അസ്രായേൽ അലൈഹിസ്സലാമുടെ ഒരു സൂചനയായിട്ടിക്കടുണ്ടായിട്ടിക്കട്. അസ്രായേൽ അലൈഹിസ്സലാം മുൻകൂടി കടത്തിരങ്കത്തെ അയാളുടെ ദൂതൻ, അയാൾ കടത്തിര ആളായിട്ടിക്കട്. ഒഷൈബ്, മുടി പളുക്കടെ താടി പളുക്കടെ ചൊല്ലതും. ഹറം, വയസ്സുമായി തുടർന്നിട്ടുള്ളെങ്കത്തെ സീക്കുകൾ പണ്ടേ ചൊല്ലതും. അതുപോലെ കാതിര ശക്തി നഷ്ടപ്പെട്ടത്, കണ്ണട ശക്തി നഷ്ടപ്പെട്ടത്, ഇതെല്ലാം ഈ പറയപ്പെട്ട ഇതുപോലത്തെ വിഷമങ്ങൾ ആ തടിക്കുണ്ടാവണമെങ്കത്തെ ഈ നിലക്കുള്ള വ്യത്യാസങ്ങൾ ഇത് അസ്രായേൽ അലൈഹിസ്സലാം നാം ബറകൊണ്ടു ചെന്നുള്ള മുൻകൂടി സൂചനയായിരിക്കും ഇത്ര വിഷയമായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ വിഷയമെല്ലാം കടുത്തിട്ടും ഒരു മനുഷ്യൻ നല്ലാവില്ല, ഓൻ്റെ സ്വഭാവം ചേഞ്ച് ആവില്ല, ഓൺ തോബാക്കില്ല, ഓൺ നല്ലാവില്ല ഉണ്ടായെങ്കിൽ പിന്നെ എന്തായിരിക്കട്ടെ, പിന്നെ നമുക്ക് എന്തിനാക്കോടും പോയിട്ട് ഒരു പിടിനാ പിടിച്ചു വിട്ട വേറെന്തുമില്ല. അങ്ങനെ ആയിരിക്കട്ടെ അസ്രായേൽ അലൈഹിസ്സലാം ചെന്നു. അതുമാത്രമല്ല, ഏത് നാളും സുബൈക്കൽ പിന്നെ അസ്രായേൽ അലൈഹിസ്സലാം വിളിച്ചു ചൊല്ലൂല, യാ അബ്നാ അൽ അർബഈൻ, ഓ 40 വർഷായാൽമാരെ, ഹാദാ വഖ്തു അഖ്ദിസാദ്, ഇത് നിങ്ങൾക്ക് ആഹാര ആഖിറത്തുള്ള യാത്ര, ആഹാര എടുത്തുള്ള ടൈമാണ്. അദ്ഹാനുക്കും ഹാദിറാ വഅഅദാഉക്കും ഖവിയ്യ, നിങ്ങൾക്ക് ബുദ്ധിശക്തി ഇതാ റെഡിയുണ്ടോ, നിങ്ങൾക്ക് അവയവങ്ങൾ ശക്തിയുണ്ടോ, ആയതുകൊണ്ട് നിങ്ങൾ നല്ല ഓരോ ആഖിറത്തെ വേണ്ടി എന്തെങ്കിലും സ്വത്താക്കി വയ്ക്കോറോ. 50 വർഷമാകുമ്പോൾ ചൊല്ലൂല, ഇതാ നിങ്ങൾ പിടിക്കുകയോ തോട്ടത്തിൽ നിന്നിട്ട് ഫലങ്ങൾ എടുക്കുന്ന ടൈം എയ്ത്തല്ലേ, അതേപോലെ നിങ്ങൾ എടുക്കുന്ന ടൈം എയ്ത്ത്. 60 വർഷമാകുമ്പോൾ ചൊല്ലൂല, നസീതുൽ ഇഖാബ്, നിങ്ങൾ ശിക്ഷരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ളാറ്. അതേപോലെ ഗഫൽതും അൻ റദ്ദിൽ ജവാബ്, അള്ളാഹുരുടെ ഉത്തര കൊടുക്കൊണ്ടു ചൊല്ലതിന് നിങ്ങൾ അശ്രദ്ധരായിട്ടുള്ളാറ്. ഈ നിലക്ക് അസ്രായേൽ അലൈഹിസ്സലാം
ഈ 40 വയസ്സെത്തിയ ആൾമാർക്ക് പ്രത്യേകമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരിക്കും. ആ വലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. പരിശുദ്ധ ഖുർആൻ ചൊല്ലു, മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഉപദേശം ഉൾക്കൊള്ളുക അവിടുത്തെ ആയുസ്സിനെ തന്നിട്ടില്ലേ? ഏകനാണ് ഞങ്ങൾ ഒരു ആയുസ് തന്നത്. എത്ര ആയുസ്? ആ ആയുസ്സിലെ നിങ്ങൾക്ക് ഉപദേശം ഉൾക്കൊള്ളുക മരിക്കുകൊണ്ടു 30 വർഷം 35 40 വർഷം ഇങ്ങനെ കഴിയുമ്പോൾ അല്ലേ മനുഷ്യരെ ഓരോരോ അവയവത്തെ ശക്തി നഷ്ടപ്പെട്ട് കൊറടിയായോണ്ട് പണ്ട് അല്ലേ ഡോക്ടറുടെ പോയിട്ട് ഞങ്ങൾ ചികിത്സക്ക് വേണ്ടി പോയ ടൈമിലോ ഞങ്ങൾ വലിയ വലിയ ഡോക്ടർ ഉണ്ടായെങ്കിൽ മുൻകൂടി ഞങ്ങൾ വയസ്സ് എഴുതിയെടുക്കടാ. ആ വയസ്സിനോടെ 40 30 ഡോക്ടർ ആ നഴ്സ് പറയിടാൾ എന്തേ 40 വർഷത്തിനെ മാത്രമേ 30 വർഷത്തിനെ മാത്രമേ സീക്കൊന്നേ വയസ്സനുസരിച്ചിട്ട് മാത്രമേ വ്യത്യാസമുണ്ട്. അഥവാ വർഷയാറായ പോലെ മനുഷ്യരെ ഓരോരോ വിഷയത്തിലും ശക്തി കുറഞ്ഞുകൊണ്ടുകൊണ്ട് അനുഭവം യാറിക്കോ ഇൽമു യാറിക്കോ ബാക്കി പലതും യാറിക്കോ. പക്ഷേ കൈകാലുകളെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടോ, കണ്ണുകളെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ട് കൊറടിയായോണ്ട് വന്നുകൊണ്ടുള്ളേ. അപ്പൊ ഈ ഓരോരോ വയസ്സ് യാറായിട്ട് ഓരോരോ കൊരത്തെ വരുമ്പോ മോനെ യതദക്കറുനിക്ക് ഉപദേശം ഉൾക്കൊള്ളുകാവടോ, നീ നല്ല ഉള്ള തെരു അതുണ്ടോ. പക്ഷേ വജാഅകുമുൻ നദീർ നിക്ക് വലിയ മുന്നറിയിപ്പായിട്ടിക്കട്. വയസ്സാവിടെ സീക്ക് പണ്ടേ കൈക്കാൽ നമ്പലാവിടെ കാതിന് ശക്തി കൊറടിയാവിടെ കണ്ണുക ശക്തി കൊറടിയാവിടെ. ഇതെനിക്കൊരു മുന്നറിയിപ്പ് മരിക്കുകൊണ്ടു ചെന്നിട്ടോ. എന്തേ ഇതെല്ലാം തന്നിട്ട് നീ നല്ലായിട്ടില്ല ഖുർആൻ കേട്ടുകൊണ്ടുണ്ടോ? അപ്പോ മരിക്കട മുന്നലേ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാ വ്യവസ്ഥകൾ മരിക്കുകൊണ്ടു ചൊല്ലി സൂചന തന്നുകൊണ്ടുണ്ട്. പക്ഷെ ഞങ്ങൾ മാത്രം അങ്ങനത്തെ ഒരു വിഷയമേ ഗുന്തില്ലാത്തങ്ങളെ പോലെ ജീവിച്ചുകൊണ്ടുള്ള അള്ളാഹു കാത്ത സലാമത്താക്കി തീരുമാനമാകും. മരിക്കുന്ന ടൈമിലുള്ള മനുഷ്യ എങ്ങണിക്കണു ഞങ്ങളെ സ്വന്തം വിഷയത്തും പഠിക്കണോ. ആരെങ്കിലും ജോറ് സീക്കിടങ്ങ അല്ലെ ഈ മുട്ടത്തികനങ്ങൾ എത്ര ആളെ മരണാസന്നമായങ്ങൾ നോക്കുപോയനങ്ങ മരിക്ക മുട്ടായങ്ങൾ എത്ര ആളെ ഞങ്ങൾ നോക്കുപോയിടാം. അപ്പോൾ അങ്ങനത്തെ ആൾമാരിട്ട് പോയിണ്ടായെങ്കിൽ ഞങ്ങൾ ആക്കണായ സ്വറ പിന്നെ ഞങ്ങളുടെ സ്വന്തത്തും ഞങ്ങൾ ചിന്തിക്കണായ ഒരു വലിയൊരു വിഷയമായിട്ടിക്കട് ചൊമ്മത്താൾമാരുടെ ശ്രദ്ധയില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിനെ കാണ്ടി 3-4 മുന്നൽ ചൊന്തോ ലാ യമൂതന്ന അഹദുക്കും നിങ്ങൾപ്പെട്ട ഒരാളും മരിക്കുക തീരാ. എങ്ങനെ? ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹ്. ഹൃദയത്തിൽ ഈ ഒരു ഭാവന ഇല്ലാണ്ട് ഹൃദയത്തിൽ ഇങ്ങനത്തെ ചിന്തന ഇല്ലാണ്ട് മരിക്കോ തീറാ. എന്തൊരു ചിന്തന? വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹ്. അല്ലാഹുവെ സംബന്ധിച്ച് നല്ല വിചാരിക്കണോ. നല്ല വിചാരില്ലാണ്ട് നിങ്ങൾ മരിച്ചിരണ്ട. അല്ലാഹു നമുക്ക് റഹ്മത്ത് തരൂ, അല്ലാഹു നിന്റെ കൈവിടല്, അല്ലാഹു നമുക്ക് സ്വർഗ തരൂ ചൊല്ലൊരു വിശ്വാസ അങ്ങനത്തെ ആശാ മനോഭാവന നിങ്ങളെ ഖൽബിൽ വേണോ. പരിശുദ്ധമായ ഖുർആൻ ചൊല്ലത് ഒരു കൂട്ടം ആൾമാർ അങ്ങ് എപ്പോഴും നോക്കിയെങ്കും അള്ളയെ സംബന്ധിച്ചിട്ട് ബെടക്ക് വിശ്വാസ സമയമില്ല. അല്ല എൻ്റെ വിടല ബാവ അല്ല നക്കെ ശിക്ഷിക്കടേ, ഞാൻ മരിച്ചത് ഞാൻ ഇങ്ങനെ വേണ്ടിക്കോ, ഞാൻ നരകത്ത് പോണ്ടായിരിക്കോ, അല്ല നൻ്റെ അള്ളാഹുത്തല എപ്പോഴും വിടല ഞാൻ അങ്ങനത്തോ ഞാൻ ഇങ്ങനത്തോ ഇങ്ങനെ അള്ളാഹെ സംബന്ധിച്ച് അള്ളാഹുടെ ഒരു ആ നിലക്ക് ഇങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസത്തെ സംബന്ധിച്ച് ഖുർആൻ ചൊല്ലട്ടെ ദാലികും വനന്നുക്കുമുല്ലദീ വനന്തും ബിറബ്ബിക്കും. ഇങ്ങനത്തെ വിശ്വാസ നിങ്ങൾ അള്ളാഹുടെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബെടക്ക് വിശ്വാസമാണ്. അർദാക്കും നിങ്ങളെ ഇത് ഹലാക്കത്ത് പാടിത്ത് ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ നിങ്ങൾ നഷ്ടപ്പെട്ടങ്ങൾ പോയാ അള്ളാഹ് എൻ്റെ നല്ലാക്കല അള്ളാഹ് എനിക്ക് റഹ്മത്ത് തരല. ഇങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിൽ പറഞ്ഞു തീരാ. എപ്പാ? മരിക്കുന്ന ടൈമിലും ആരോഗ്യ ടൈമിൽ കാട്ടി മരണത്തെ ടൈമിലാണ് ഇങ്ങനത്തെ വിശ്വാസം പറഞ്ഞായത്. മരണത്തെ മുട്ടായിട്ട് വയസ്സാവുന്ന ടൈമിൽ വേനായത് അള്ളാഹ് എൻ്റെ കൈവിടല അങ്ങനത്തെ വിഷയമായിരിക്കണം. റഹ്മത്ത് ചെയ്യൂ, ദോഷം മാഫാക്കൂ. ഇങ്ങനത്തെ വിഷയം ഇത് ഞങ്ങൾ ആര് ഒരു വയസ്സിലെ കിടത്തത്തിൽ പോകുന്ന ആൾമാർക്കെല്ലാം ഞങ്ങൾ ഇത് ഉപദേശിക്കണോ ചെന്നിട്ടായിട്ടിക്കട് ഇമാമിങ്ങ പടിപാട്ടേ നാണ് നണ്ടെ സംബന്ധിച്ചിട്ട് അള്ളാഹു താല ചൊല്ലേ നണ്ടെ ആൾമാർ എങ്ങനെ വിചാരിക്കാറ് അതുക്കൊത്തുനാണിക്കടേ നണ്ടെ ശിക്ഷാക്കട ഒരു ഇലഹായിട്ട് കണ്ട് ഞാൻ ശിക്ഷാക്കടേ നാ റഹ്മത്ത് ചെയ്താൽ വിശ്വാസം വന്നാൽ റഹ്മത്ത് ചെയ്യുക.
അപ്പം ഇങ്ങനെ മരണ ആ ടൈമിലും ഞങ്ങളെ മനസ്സിൽ പറഞ്ഞായി അല്ലെങ്കിൽ മരിക്കണങ്ങൾക്ക് ഞങ്ങൾ ചൊല്ലണായ പ്രത്യേക ഒരു വിഷയം ഇതായിരിക്കട്ടെ. ആ റസൂലുള്ളാഹി ഇങ്ങനത്തെ പോയി എന്തെല്ലാം ഹദീസുകൾ ചെന്നു അള്ളാഹുടെ ഹുസ്നുല്ലാന്നില്ലാണ്ട് ഒരു മനുഷ്യൻ മരിക്കോ തീര. അങ്ങനെ ഒരുത്ത ഹുസ്നുല്ലാനോട് കൂടെ മരിച്ചതിനെ നല്ല ഭാവനയോട് കൂടെ മരിച്ചെങ്കിൽ ആ വിചാരിച്ചത് അള്ളാഹു താല കൊടുക്കടോ. ഇതാ റഅയ്തും അൽ മൗത്ത് ഇതാ റഅയ്തും ബിർറജുലി അൽ മൗത്ത്, ഒരു മനുഷ്യരെ മരിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫബശ്ശിറു, അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത ചൊല്ലോറു. അതുകൊണ്ട് നിങ്ങൾ നല്ല നല്ല പോസിറ്റീവ് തിങ്കുകൾ കൊടുക്കോറു. നീ ചുമ്മ നിസ്കരിച്ചിരേ, നീ ചുമ്മ നോമ്പിടിച്ചിരേ, നീ ഹജ്ജാക്കിരേ, നീ പാവത്തെങ്ക് സ്വതക്ക് കൊടുത്തിര, നീ പള്ളിಗೆ ಹೆಲ್ಪ್ ಆಗಿರ, ನೀನು ಕಷ್ಟತ್ತೆಂಗ ನೀನು ಉಪಕಾರ ಹಾಕಿರ, ഇങ്ങനെ അവനാക്കിയ പോസിറ്റീവ് തിങ്കുകളും നിങ്ങൾ കൊടുക്കോറു. അങ്ങനെ ആ നിലക്കോട് മരിക്കട്ടെ ചെന്നിട്ടായിരിക്കരുത്. അപ്പം മരണവും ചുമ്മ വലിയ വലിയ വിഷമത്തിലെത്തും. ഇതാണ് നല്ലത്. ആരോഗ്യത്തെ ടൈമിലും പേടിയാണ് നല്ലത്. നല്ല ആരോഗ്യത്തെ ടൈമുണ്ടായെങ്കിൽ എപ്പോഴും നാളെ കൽബിൽ പേടിയാറെ വേണം. അള്ളാഹു നൻ്റെ ശിക്ഷിക്കൂ, ഞാൻ എത്ര ദോഷാക്കിയ ബാവ, എൻ്റെ ആഖിർ എന്താവും. ഇതാണ് ആരോഗ്യവന്ത ആൾമാരെ ചിന്തിക്കരുത്. ഹൈറിങ് ഇതായിരിക്കരുത്. ഈ വയസ്സും മരിപ്പ് കെത്തിയാൽമാരെ ചിന്ത എൻ്റെ അല്ല കൈപൊടലാ ചിന്തിക്കില്ല. ആ ഒരു വിശ്വാസം ഇങ്ങനൊരു വ്യത്യാസവും കൂടി ഈ മാമിങ്ങ പറ്റി പാട്ടാറ്. ഇത് കഴിഞ്ഞാൽ പിന്നത്തെ പ്രത്യേകമായ ഒരു വിഷയമായിരിക്കും.